നിലവിൽ മന്ത്രിമാർ ആരും തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്നും മന്ത്രി PC വിശ്വനാഥ്, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതുതായിട്ട് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ട് മന്ത്രിമാർ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടാൻ നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഉടൻ തന്നെ മന്ത്രിമാർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കും. എന്തായാലും ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഏകോപനങ്ങൾ നടത്താൻ, അതായത് അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏകോപനം നടത്താനാണ് മന്ത്രിമാരെ ഇങ്ങോട്ടേക്ക് സംഭവ സ്ഥലത്തേക്ക് അയച്ചിരിക്കുന്നത്. അവർ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരിക്കുന്നത് നേതൃത്വം നൽകുന്നത് ജില്ലാ കളക്ടർ തന്നെ, ജില്ലാ ഭരണാധികാരി തന്നെ നേരിട്ടെത്തിയാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ കളക്ടർ, MP അടക്കമുള്ള ആളുകൾ സംഭവ സ്ഥലത്തേക്കുണ്ട്. എന്തായാലും KN ബാലഗോപാലാണ് സ്ഥലത്തെ MLA. അദ്ദേഹവും അല്പസമയത്തിനകം ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും. എന്തായാലും അപകടത്തിന്റെ ഒരു ആഘാതത്തിലാണ് പ്രദേശമുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആ മണൽ നീക്കി ശരീരാവശിഷ്ടങ്ങൾ മറ്റും ഇതിനിടയിലുണ്ടോ, ഈ പാറക്കല്ലുകൾക്കിടയിലുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. എന്തായാലും ആ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മൂന്നാമതായി കിട്ടിയ മൃതദേഹത്തിന്റെ ഒരു കൈപ്പത്തി സംഭവ സ്ഥലത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ സ്ഥലത്തുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവശിഷ്ട ശരീരഭാഗങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആളുകൾ കൂടുതലായി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി. ഈ സ്ഥലത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ടിപ്പർ ലോറി വൈകിട്ട് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ഇവിടെ ഈ മണലെടുക്കാനായി എത്തിയത്. ആദ്യം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് തന്നെ അമിത വേഗതയിലാണ് ഈ വാഹനം പോയതെന്ന് നാട്ടുകാർ പറയുന്നു. തിരിച്ച് മണലുമായി എത്തിയപ്പോൾ ഒരു ബൈക്കിനെ, നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട ആ ബുള്ളറ്റിനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വെട്ടിത്തിരിച്ചതാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വളരെ വലിയ ആഘാതത്തിലാണ്. എന്തായാലും ഈ സംഭവം കണ്ട ഒരു ദൃക്സാക്ഷി ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം. കാരണം ഒന്ന് ബ്രേക്ക് പിടിച്ചാൽ പോലും നിൽക്കാൻ പോലും പറ്റാതെ, കാരണം ഇത്രയും ലോഡ് കയറ്റിക്കൊണ്ട് വരുന്ന ഒരു വണ്ടി, ഈ ടയർ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പിന്നെ മുട്ടയാണ് ആ ടയർ. കാരണം ആ ഒന്ന് പിടിച്ചാൽ പോലും നിർത്താൻ പറ്റത്തില്ല, കാരണം ലോഡുമായിട്ട് കയറി വരുന്ന വണ്ടിയാണ്. അപ്പോൾ അത് അത്രയും, നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അവർ ഈ വണ്ടി ഓടിച്ചത് തന്നെ തെറ്റാണ്. കാരണം കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയവും അതുപോലെ ജോലിക്ക് പോകുന്ന ആളുകൾ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ നമ്മൾ ടൈം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 8 മണി മുതൽ ഒരു 9 മണി 9:30 വരെ ഇങ്ങനെ വലിയ വണ്ടികളും അതുപോലെ ഇങ്ങനെ ഭാരം കയറ്റിയ വണ്ടികളും വലിയ സ്പീഡിലും ഒന്നും പോകാൻ പാടില്ല. പക്ഷേ അവർ കാണിച്ച ഗുരുതര വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്കെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഒരു ചെയർപേഴ്സൺ, കൊട്ടാരക്കര നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഈ ഒരു ബൈക്ക് ബുള്ളറ്റുകാരനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വെട്ടിത്തിരിച്ചതെന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് ഇത്രമാത്രം വാസ്തവമുണ്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടതല്ല. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നതായിട്ടുള്ള അറിവാണ് എനിക്ക്. അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല. ജില്ലാ കളക്ടർ പറയുന്നത് ഈ വണ്ടിക്ക് പാസ് ഇല്ല എന്നാണ്. പാസ് ഇല്ലാതെയാണ് സർവീസ് നടത്തിയെന്ന് പറയുന്നത്. അപ്പൊ നിരന്തരമായി ഈ ഭാഗത്ത് ഇത്തരം പാസ് ഇല്ലാതെയുള്ള സർവീസുകൾ ഈ ടിപ്പർ ലോറികൾ അടക്കം നടക്കുന്നുണ്ട്. നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത്തരം വിഷയങ്ങൾ? പാസ് ഇല്ലാത്ത വണ്ടികളുണ്ട്. നമ്മൾ കഴിവതും പാസ് ഇല്ലാത്ത വണ്ടികൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇവിടെ പോലീസ് അധികാരികൾ അത് പിടിക്കുന്നുമുണ്ട്. കാരണം നമ്മൾ കൃത്യമായിട്ട് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി നോക്കി പാസ് കൊടുത്തതിന് ശേഷമാണ് അവർ എടുക്കാറുള്ളത്. ഇതിനി എന്താണെന്നുള്ളത് നമ്മൾ അടിയന്തരമായിട്ട് തന്നെ ഇപ്പോൾ ഇത് എവിടെ നിന്നാണ് മണ്ണെടുത്തതെന്നും ഇത് എടുത്തിട്ടുള്ള പാസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മളിപ്പം ഉടൻ തന്നെ അന്വേഷിക്കും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്ര പേർ ചികിത്സയിലുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടോ? താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ആരുമില്ല. 3 ബോഡികളാണ് അവിടെ ഉള്ളത്. അതിലൊരു കുഞ്ഞുണ്ട്, മുതിർന്ന 2 പേരുമുണ്ട്. ഒന്ന് നമ്മുടെ സെൻസർ ട്യൂഷൻ സെന്ററിലെ ഹരിലാൽ സാറാണ്. പിന്നെ ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞ് നമ്മുടെ കാർമൽ സ്കൂളിലെ യൂണിഫോമാണ്. കുട്ടി ഏതാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരാളെ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ 2 പേരെ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ടിപ്പറിന്റെ ഡ്രൈവർ ഗവൺമെന്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ്. സീരിയസ് ആണെന്നാണ് അറിവ് കിട്ടിയത്. സ്ഥലം MLA ആയി ബന്ധപ്പെട്ടിരുന്നു. സ്ഥലം MLA ആയി ബന്ധപ്പെട്ട് നിയമസഭയാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും KN ബാലഗോപാലുമായി സംസാരിച്ച നഗരസഭാ ചെയർപേഴ്സണാണ്. സ്ഥലം MLAയുമായി ബന്ധപ്പെട്ടിരുന്നത് KN ബാലഗോപാലാണ്. അദ്ദേഹവും അല്പസമയത്തിനകം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. എന്തായാലും അനധികൃതമായി നടക്കുന്ന ടിപ്പർ ലോറികളുടെ സർവീസ് അത് 3 പേരുടെ ജീവൻ എടുത്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഈ ടയറുകൾ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കട്ടയിട്ട ടയറുകളാണ്. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ ഇത് മറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഈ കട്ടയിട്ട ടയറാണ് എന്ന ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി